ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ബോർഡ് എക്സാം പ്രിപ്പറേഷനെ ബൂസ്റ്റ് അപ്പ് ചെയ്യാനായിട്ട് ബോർഡ് ബസ്റ്ററുമായി ദർശന അക്കാദമി നിങ്ങളിലേക്ക് എത്തുന്നു. അതിൽ കേഴ്സറി ഗ്ലാൻസ് ഫോർ സ്റ്റെല്ലാർ സ്കോർ എന്ന എയിമുമായി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റും ചേരുന്നു. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെയിറ്റേജ് കൂടുതലുള്ള 5 ചാപ്റ്ററുകളാണ്. ഇതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ മൊത്തത്തിലുള്ള സ്കോർ വെയിറ്റ്, ആദ്യത്തെ 2 ചാപ്റ്ററിന്റെ സ്കോർ വെയിറ്റ് 10 ആണ്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, കറണ്ട് ഇലക്ട്രിസിറ്റി സ്കോർ വെയിറ്റ് 6 വീതവും, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സ്കോർ വെയിറ്റ് 5ഉമാണ്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ പറയുകയാണ് 2 ചാർജ് ഉണ്ട്, Q1 Q2 എന്ന് പറയുന്ന 2 ചാർജ് ഉണ്ട്. അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r ആണ് എങ്കിൽ അവരുടെ ഇടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 r² ആണ്. കൂളംസ് ലോ ആണ്. അതിൽ ε0യുടെ വാല്യൂ എന്ന് പറയുന്നത് 8.85 × 10⁻⁻12 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒരു മീഡിയം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, വേറെ ഒരു ഡൈലക്ട്രിക് മീഡിയം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാവുന്ന മാറ്റം F = 1/4πε0 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എപ്സിലോൺ എന്ന് വരും. ദാറ്റ് ഈസ് Q1 Q2 r² എന്ന് വരും. അതിൽ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എപ്സിലോൺ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ε0 × εr ആണെന്നാണ്. എപ്സിലോൺ ആറിനെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 2 പോയിന്റ് ചാർജസ് ഉണ്ട്, അവർ റിപ്പല് ചെയ്യുകയാണ് വിത്ത് ഫോഴ്സ് F ആണ്. വാട്ടറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 81 ആണ്. സോ അപ്പം നമുക്ക് 81 ആണ് അവിടുത്തെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലേ. സോ F = നമുക്ക് ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം, 1/4πε എന്ന് എഴുതാം. ദാറ്റ് ഈസ് ε0 × ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. വാട്ടറിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 81 എന്ന് തന്നിട്ടുണ്ട്. Q1 Q2 r² എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതിൽ 81 നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, വാട്ടറിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 81ലുള്ള വാട്ടറിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഫോഴ്സ് F ആണ് എങ്കിൽ എയറിൽ വെക്കുമ്പോൾ ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ ആ 2 ചാർജസ് എയറിൽ വെക്കുമ്പോൾ ഉള്ള അവരുടെ ഇടയിലുള്ള ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവരുടെ എയറിൽ വെക്കുമ്പോൾ ഉള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, 1/4πε0 എന്ന് കൊടുത്താൽ മതി, Q1 Q2 r². അപ്പം ഞാൻ ഈ 81നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്നാന്ന് എഴുതാൻ പറ്റും, 81F എന്ന് എഴുതാനായിട്ട് പറ്റും. അടുത്തത് ജസ്റ്റ് ഒരു അസേർഷൻ റീസൺ ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ആദ്യം തന്നിരിക്കുന്ന കാര്യം, വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് എറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഇതിന് റീസൺ ആയിട്ട് അവർ തന്നിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. Work done by a conservative force is depend only on the initial and final point ആണെന്ന് നമുക്കറിയാം. സോ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അവിടുത്തെ വർക്ക് ഡണ്ണിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഈ ഓപ്ഷൻസ് വരുമ്പോൾ അസേർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരിക, ആൻസർ ഓപ്ഷൻ എ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. നമുക്കറിയാം F = എന്താണ്, Q × E ആണ്. സോ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. നമ്മളോട് ജസ്റ്റ് ഇലക്ട്രിക് ഡൈപോൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കറിയാം. പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിലാണ് എൻഡ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കും നെഗറ്റീവ് ചാർജിൽ ഇൻവേർട്സും ആണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഒരു ഇന്റർസെക്ട് ചെയ്യല എന്നുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കാൻ പഠിക്കേണ്ട 2 കാര്യം, 2 പോസിറ്റീവ് ചാർജസ് ആണ് എങ്കിൽ അവരുടെ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും, NCERT കൊടുത്തിട്ടുള്ള ഫിഗർ ആണ്. അതുപോലെ നമുക്ക് തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഡൈപോളിന്റെ കേസിൽ +Q - Q സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണ് ഡൈപോൾ എന്ന് നമുക്കറിയാം. സോ ആ ഒരു ഡൈപോളിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരും, പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിലേക്ക് വരും. ഇവിടെ നോക്കൂ, 2 പോസിറ്റീവ് ചാർജ് നമ്മൾ വരച്ചപ്പോൾ 2 കേസിലും ഫീൽഡ് ലൈൻസ് വരും. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് എപ്പോഴും എങ്ങോട്ടായിരിക്കും, പുറത്തേക്കായിരിക്കും. ആ കാര്യം ഓർത്തെടുക്കുക.
ഇനി നമ്മൾ പറയുന്നത് ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജ് അവിടുന്ന് r ഡിസ്റ്റൻസ് അകലെ ആ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 q ഡിവൈഡഡ് ബൈ r² ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണല്ലോ, ദാറ്റ് ഈസ് ന്യൂട്ടൺ പെർ കൂളം എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇലക്ട്രിക് ഡൈപോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ അതിൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഡൈപോൾ മൊമെന്റ് അത് P എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. P is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് Q ഇൻറ്റു ഡൈപോളിന്റെ ലെന്ത് ആണ്. സോ P is equal to Q ഇൻറ്റു 2a എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആ ഡൈപോൾ മൊമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അതിന്റെ ഡയറക്ഷൻ ആണ്. അതിന്റെ ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാണ്? നെഗറ്റീവ് ചാർജ് ടു -Q2 + Q ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഡൈപോളിന്റെ കേസിൽ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിറൈവേഷൻ പഠിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആക്സിയൽ പോയിന്റ് നമ്മളിപ്പോൾ ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു, +Q -Q, അതിൻ്റെ ഈ സെയിം ലൈനിൽ തന്നെയുള്ള ലൈനാണ്, ആ പോയിന്റാണ് ആക്സിയൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഒരു ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഒരു ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ, അപ്പോൾ എന്താണ് ഈ ഷോർട്ട് ഡൈപോൾ? ഡൈപോളിന്റെ ലെന്ത് 2a എന്ന് പറയുന്ന ആ ഒരു ലെന്ത് ഈ നമ്മൾ ഏത് പോയിന്റിലാണോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്, ഡൈപോളിന്റെ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ r എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡൈപോളിന്റെ ലെന്തിനെ 2a എന്നും സെൻറ്ററിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ r എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആ സ്മോൾ r-ന്റെ വാല്യൂ ഡൈപോളിന്റെ ലെന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ് എങ്കിൽ, സ്മോൾ r വളരെ വലുത്, അല്ലെങ്കിൽ ഡൈപോളിന്റെ ലെന്ത് വളരെ ചെറുതാണെങ്കിൽ അതിനെ ഷോർട്ട് ഡൈപോൾ എന്ന് നമുക്ക് വിളിക്കാം. സോ അവിടെ നമ്മൾ ഒരു കമ്പാരിസൺ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരു ഷോർട്ട് ഡൈപോളിന്റെ കേസിൽ ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 2p/r³ എന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു ഇക്വേഷൻ, അതിന് മുമ്പുള്ള ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് ഡൈപോളിന്റെ കേസിലുള്ള ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഡൈപോളിന്റെ കേസിൽ തന്നെ ഒരു +Q -Q, ഇതാണ് ഡൈപോളിന്റെ ലെന്ത്. സോ അവിടുന്ന് സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലൈൻ നമുക്ക് ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഇതാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ സെന്ററിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ r എന്ന് എടുക്കാം. ഇക്വറ്റോറിയൽ പോയിന്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ ഒരു ഡൈപോളിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഷോർട്ട് ഡൈപോൾ ആണ് എങ്കിൽ 1/4πε0 p/r³ എന്ന് നമുക്ക് എഴുതാം. പക്ഷെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവിടെ പുറത്ത് കിടക്കുന്നത് മൈനസ് സൈൻ ആണ്. അതിനർത്ഥം പ്ലസ് സൈൻ വന്നാൽ അതിനർത്ഥം അതിൻ്റെ നെറ്റ് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനാണ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എവിടുന്ന് ഇങ്ങോട്ടാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് എങ്കിൽ ആ സെയിം ഡയറക്ഷനിലായിരിക്കും ഒരു ആക്സിയൽ പോയിന്റിന്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടുക. ആ സെയിം ടൈം തന്നെ ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് +Qവിൽ നിന്ന് -Qവിലേക്കായിരിക്കും നമുക്ക് കിട്ടുക. സോ നമുക്ക് ആ പുറത്തൊരു മൈനസ് സൈൻ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതൊക്കെ ഓർത്തിരിക്കുക. ഒരു ഡൈപോള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേസമയം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു ടോർക്ക് ഉണ്ടായിരിക്കും. ആ ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു P×C എന്നാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് PE sin θ എന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ബോർഡ് എക്സാമിന് ഇങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. കുറച്ച് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടാവും. ടോർക്ക് തന്നിട്ടുണ്ട്, ഫീൽഡ് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്, ഡൈപോൾ ലെന്ത് ഒക്കെ ഉണ്ട്, ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടോർക്കിന്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് PE sin θ ആണ്. ടോർക്ക് ടോ ഈക്വൽ ടു Pനെ നമുക്ക് എന്നാന്ന് എഴുതാം? 1 ഓഫ് ദ ചാർജ് ഇൻറ്റു ഡൈപോൾ ലെന്ത് 2L എന്നോ 2A എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. E sin θ ആണ്. സോ ടോർക്കിന്റെ വാല്യൂ ഉണ്ട് 4 ആണ്. ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡൈപോളിന്റെ ലെന്ത് 2 സെന്റിമീറ്റർ ആണ്.
ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 2 × 10⁵ ആണ്. തീറ്റയുടെ വാല്യൂ 30 ആണ്. സോ ഇതിനെ സോൾവ് ചെയ്താൽ നോക്കൂ, ബാക്കി സ്റ്റെപ്പ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അല്ലെ? ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തെടുത്താൽ മാത്രം മതി. സോ അതിൽ അൺനോൺ ആയിട്ടുള്ളത് ഏത് ടേം മാത്രമാണ്? Q മാത്രമാണ്. സോ ടോർക്കിന്റെ ഇക്വേഷൻ എഴുതുക. P × C ആണ്. PE sin θ ആണ്. അതിൽ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ഓഫ് ദ ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഡൈപോളിന്റെ ലെന്ത് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ഒരു നമ്പർ ആണ്, ജസ്റ്റ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ അല്ലെ, കുറേ ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട് എങ്കിൽ ആ ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലാർ ആയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുവാണ് എങ്കിൽ ആ യൂണിറ്റ് ഏരിയയിൽ കൂടി കടന്നു പോകുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. ആ ഫ്ലക്സിന്റെ ഇക്വേഷൻ φ = E ഡോട്ട് ഡെൽറ്റ എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ES cos θ എന്ന് എഴുതാം. തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ആ ഏരിയ വെക്ടറും, ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണെന്നും കൂടി ഓർത്തിരിക്കുക. അതിൻ്റെ യൂണിറ്റ് വരുന്നത് Newton/Coulomb m². ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലോ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ. ഗോസസ് ലോ എന്താണ് തരുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് എടുക്കുക, ഇതെങ്കിലും ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും ഒക്കെയുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്താൽ ആ ക്ലോസ്ഡ് സർഫസിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അതിൽ ആ ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജ് ബൈ ε0 ആയിരിക്കും. സോ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതിയാൽ ഫ്ലക്സ് φ = E ഡോട്ട് ds = Q/ε0 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് NCERT വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡിന് കാരണം എല്ലാ ചാർജുമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഗോഷ്യൻ സർഫസ് ഉണ്ട്, അതിലുള്ള ചാർജ് Q1 Q2 Q3 ആണ്. ഓക്കെ, -Q3 ആണെന്നിരിക്കട്ടെ, പ്ലസ് ഒരു Q4 ഉം Q5 ഉം ഒക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് കാരണം ഈ എല്ലാ ചാർജും Q1 മുതൽ Q5 വരെയുള്ള ചാർജും, പക്ഷേ അവിടെയുള്ള ആ സർഫസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻസൈഡിലുള്ള ചാർജ്. അപ്പം നമുക്കിവിടെ ഇക്വേഷൻ, ഈ ഒരു ഫിഗറിന് വെച്ചിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Q1 + Q2 - Q3 /ε0 എന്ന് എഴുതാനായിട്ട് പറ്റും. ഈ ഇലക്ട്രിക് ഫീൽഡിന് കാരണം എല്ലാ ചാർജസുമാണ്, പക്ഷേ ഇവിടെ എഴുതുന്ന ഈ Q എന്ന് പറയുന്ന, ഗോസസ് ലോയിൽ പറയുന്ന ഈ Q എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് സർഫസിൻ്റെ ഇൻസൈഡിലുള്ള ചാർജ് മാത്രമാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ക്ലോസ്ഡ് ചാർജിൽ ചാർജ് ഒന്നുമില്ല, ക്ലോസ്ഡ് സർഫസിൽ ചാർജ് ഒന്നുമില്ല എങ്കിൽ ഫ്ലക്സ് എന്താണ്? 0 ആണ്. അതേസമയം ക്ലോസ്ഡ് സർഫസിൽ ആകെ ഒരു Q മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എത്രയായിരിക്കും? ആ ടോട്ടൽ സർഫസിൽ കൂടി കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സ് Q/ε0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് ചോദിക്കുക, നിങ്ങളോട് പകുതി സർഫസിൽ കൂടി പോകുന്ന ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പകുതി Q/2ε0 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത്, അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ആൻ ഇമാജിനറി സ്ഫെറിക്കൽ സർഫസ്. വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു ദിസ് ചാർജ് ത്രൂ എനി ഹാഫ് ഓഫ് ദ സ്ഫിയർ? അപ്പോൾ സ്പിയറിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് Qവേ ഉള്ളൂ. സോ മൊത്തം ഫ്ലക്സിൻ്റെ വാല്യൂ നമുക്ക് Q/ε0 എന്ന് എഴുതാം. സോ ഹാഫ് പോർഷൻ എന്ന് പറയുമ്പോൾ ഫ്ലക്സ്, ഹാഫ് പോർഷനിലുള്ള ഫ്ലക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി Q/2ε0 എന്ന് കൂളായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫ്ലക്സ് ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടി അല്ലെങ്കിൽ അതിൽ കൂടി കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് φ = Q/ε0. അതിൻ്റെ 3 ആപ്ലിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഡെറിവേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഡെറിവേഷനിലൂടെ ഒന്നും പോകുന്നില്ല. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസുകളാണ്. അപ്പോൾ അതിൽ 3 ആപ്ലിക്കേഷനാണ് NCERT നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റീവ്ലി ലോങ് ചാർജ്, ലോങ് ചാർജ്ഡ് വയറാന്നിരിക്കട്ടെ, അവിടെ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് അവിടെ നിന്ന് പുറത്തേക്കാണ്. അപ്പോൾ ഇവിടെയുള്ള നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് λ/2πε0 × R ആയിരിക്കും. ഈ ലാംഡ എന്ന് പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്. ചാർജ് പെർ യൂണിറ്റിൽ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ഡെറിവേഷൻസ് പഠിക്കണം.
ആ സെയിം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഡെറിവേഷനാണ് ഒരു പ്ലെയിൻ ഷീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്, അവിടുന്ന് ഏതെങ്കിലും ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ഏത് ഡിസ്റ്റൻസിലാണെങ്കിലും ഉള്ള ഫീൽഡിൻ്റെ ഇക്വേഷൻ E = σ/2ε0 ആണ്. സോ സിഗ്മ നമുക്കറിയാം, എന്താണ് സിഗ്മ? ചാർജ് അല്ലേ, ലീനിയർ അല്ല, സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് സിഗ്മ. അപ്പോൾ ഇവിടെ നോക്കൂ, ആ ഇക്വേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, അവിടെ ആറിൻ്റെ ടേം ഇല്ല, ഡിസ്റ്റൻസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തേർഡ് ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സ്പെറിക്കൽ ഷെല്ല് കൺസിഡർ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു യൂണിഫോംലി ചാർജ്ഡ് ഷെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം ഷെല്ലിൻ്റെ ഇൻസൈഡിലുള്ള ചാർജ് 0 ആണ്. സോ ഷെല്ലിൻ്റെ ഇൻസൈഡിലുള്ള ഫീൽഡിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇവിടെ മക്കളെ? 0 ആയിരിക്കും. അതേസമയം സർഫസിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റ്, ഇതാണ് നമ്മുടെ ഷെല്ലെങ്കിൽ റേഡിയസ് R ആന്നിരിക്കട്ടെ, ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നു. സെൻട്രൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1/4πε0 Q/r² ആയിരിക്കും. അടുത്തത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കൺസിഡർ ചെയ്യുമ്പോൾ, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു ഫീൽഡ് അവിടെയുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു +Q കാരണം അവിടെ ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിൻ്റെ അകത്തേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന, ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ ആ യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റ് വരെ കൊണ്ടുവരാൻ ചെയ്ത വർക്ക് ഡണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടുന്ന് 6 ഡിസ്റ്റൻസ് അകലെയാണ് എങ്കിൽ ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റ് വരെ ആ ചാർജിനെ കൊണ്ടുവരാൻ ചെയ്ത വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നത് Q കൂളമാണ് എങ്കിൽ, Q എന്ന് പറയുന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റ് വരെ കൊണ്ടുവരാൻ ചെയ്ത വർക്ക് ഡണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. സോ U = പൊട്ടൻഷ്യൽ എനർജി ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു അസേർഷൻ റീസൺ ഡിസ്കസ് ചെയ്യാണ്. An electron has a higher potential energy when it is at a location associated with a negative value of potential and has a lower potential energy when at a location associated with a പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിങ്ങനെ വായിച്ച് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്യേണ്ടത്, ഇത് ചാർജ് ഇലക്ട്രോൺ ആണ്, നെഗറ്റീവ് ചാർജ് ആണെന്ന് ഓർമ്മ വേണം. സോ ഇവിടെ വെച്ചിരിക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണെന്നും കൂടി ഓർക്കണം. സോ U = Q × V ആണെങ്കിൽ ഇലക്ട്രോൺ -E എന്ന് നമുക്ക് കൊടുക്കാം. നെഗറ്റീവ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യലാണ് -V. ആ മൈനസും ക്യാൻസൽ ചെയ്താൽ V എന്ന് നമുക്ക് കിട്ടും. അതേസമയം ഇത് U1 എന്നിരിക്കട്ടെ, രണ്ടാമത്തെ കേസിൽ ആ സെയിം ഇലക്ട്രോണിനെ തന്നെ നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യലിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സോ അവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ വിയുടെ വാല്യൂ പ്ലസ് ആണ്, ദാറ്റ് ഈസ് -E × V എന്നും കിട്ടും. സോ U1ൻ്റെ വാല്യൂ ഹയർ വാല്യൂ, അവർ പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റാണ്, ഹയർ വാല്യൂ ആണ്. പക്ഷേ U2വിൻ്റെ വാല്യൂ എന്താണ്? ലോവറുമാണ്. ആ പറഞ്ഞിരിക്കുന്ന അസേർഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റാണ്. ഇനി റീസണിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റ് ആണോ എന്ന് നോക്കാം, എന്നിട്ട് അത് അസേർഷനുള്ള റീസൺ ആണോ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. സോ റീസണിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇലക്ട്രോൺസ് മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ പൊട്ടൻഷ്യൽ ടു റീജിയൻ ഓഫ് ലോവർ പൊട്ടൻഷ്യൽ. നമ്മളെല്ലാവരും പഠിച്ചിട്ടില്ലേടാ കുഞ്ഞുങ്ങളെ, കറണ്ടാണ് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ പോകുന്നത്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. സോ ഈ പറഞ്ഞിരിക്കുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇലക്ട്രോൺ പോകുന്നത് ഹയർ ടു ലോവർ അല്ല, നേരെ തിരിച്ചാണ്, ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ ആണ്. സോ അസേർഷൻ ഇവിടെ കറക്റ്റും റീസൺ ഇവിടെ ഫോൾസുമാണ്. അടുത്തത് നമ്മളൊരു പോയിന്റ് ചാർജ് കാരണം r ഡിസ്റ്റൻസ് അകലെ, Q എന്ന് പറയുന്ന ചാർജ് കാരണം r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ 1/4πε0 Q/r. സോ ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആറുമായിട്ട് ഇൻവേഴ്സ്ലി ആണെന്നും ആ ഗ്രാഫും കൂടി ഒന്ന് ഓർത്തിരിക്കുക. സെയിം തന്നെ ഒരു ഡൈപോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ഡൈപോളിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റ്, ആക്സിയലെന്നോ ഇക്വറ്റോറിയലെന്നോ ഒന്നുമില്ല, ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ആ പോയിന്റിൽ ഉള്ള പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ, ഫോർ എക്സാമ്പിൾ +Q -Q ഡൈപോൾ ലെന്ത്. സോ ഇവിടെയുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്ന് ഇരിക്കട്ടെ.
അപ്പോൾ ഇത് മൈനസ് ക്യൂവും ഇത് പ്ലസ് ക്യൂവും ആണെന്നിരിക്കട്ടെ. നെഗറ്റീവ് ടു പോസിറ്റീവ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ആർ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ ഡിറൈവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സുന്ദരമായിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ. പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു എന്തെന്നാ കിട്ടുക? 1/4πε0 പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ ആണ്. 1/4πε0 പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ അല്ലേടാ പിള്ളേരെ. തീറ്റയുടെ വാല്യൂ 90 അല്ലേ, കോസ് 90 0 ആയല്ലേ. സോ പൊട്ടൻഷ്യൽ ഒരു ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതേസമയം ഒരു ആക്സിയൽ പോയിന്റ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 0 ആണ്, കോസ് 0 1 ആണ്. സോ അവിടുത്തെ പൊട്ടൻഷ്യൽ 1/4πε0 പി ബൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ജനറൽ ആയിട്ടുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു സ്പെറിക്കൽ കണ്ടക്റ്റിംഗ് ഷെല്ലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം, സർഫസിൽ മാത്രമാണ് ചാർജ് ഉള്ളത് അല്ലേ. അപ്പോൾ ഷെല്ലിൻ്റെ ഇൻസൈഡിലുള്ള ഫീൽഡ് 0 ആണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു, അത് പഠിച്ചു നമ്മൾ അല്ലേ. ഷെല്ലിൻ്റെ ഇൻസൈഡിലുള്ള ഫീൽഡിൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്ക് പറഞ്ഞു. പക്ഷേ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0 അല്ല. പക്ഷേ പൊട്ടൻഷ്യലിൻ്റെ ഇൻസൈഡിലുള്ള വാല്യൂ എന്ന് പറയുന്നത് സർഫസിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത്. സർഫസിലുള്ള വാല്യൂ നമുക്കറിയാം 1/4πε0 Q ബൈ ക്യാപിറ്റൽ R ആണ്. ആ വാല്യൂ തന്നെയായിരിക്കും ഇൻസൈഡിലുള്ള എല്ലാ പൊസിഷനിലും ഉണ്ടായിരിക്കുക എന്ന് ഓർത്തിരിക്കുക. സോ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണ്ടേടാ കുഞ്ഞുങ്ങളെ. സോ ഇൻസൈഡ് ആ ഗ്രാഫ് നോക്കിക്കേ. സർഫസിൽ നമുക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1/4πε0 Q ബൈ R ആണെങ്കിൽ ആ സർഫസിലുള്ള അതേ വാല്യൂ തന്നെയാണ് ഇൻസൈഡിലുള്ള എല്ലാ പോയിന്റിലും എന്ന് ഓർത്തിരിക്കുക. പക്ഷെ ഔട്ട്സൈഡിൽ V പ്രപ്പോർഷണൽ ടു 1/R ആയിരിക്കും എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഇക്വി പൊട്ടൻഷ്യൽ ആ വേർഡിൽ നിന്ന് തന്നെയുണ്ട്. ആ സർഫസിൽ ഇതാണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എങ്കിൽ ഇവിടെ എല്ലാ പോയിന്റ്സിലുമുള്ള പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇവിടെ എപ്പോഴും ഈ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇന്റർസെക്റ്റ് ചെയ്യത്തില്ല. ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെൽസ് ആയിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറയുന്നത് draws schematically an equipotential surface of a uniform electric field along x-axis. NCERT-ൽ നല്ല മനോഹരമായിട്ടുള്ള ഫിഗർ കൊടുത്തിട്ടുണ്ട്, വരയ്ക്കാൻ പഠിക്കണം. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസ് ആണ് അവിടെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് നമുക്ക് കിട്ടുക. കപ്പാസിറ്റൻസ് നമുക്കറിയാം, ഒരു കണ്ടക്ടറിൽ കൊടുക്കുന്ന ചാർജിന് പ്രപ്പോർഷണൽ ആയിട്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യും. ദാറ്റ് ഈസ് Q പ്രപ്പോർഷണൽ ടു V ആണ്. അല്ലെങ്കിൽ ആ പ്രപ്പോർഷണാലിറ്റി മാറ്റിയാൽ Q ഈസ് ഈക്വൽ ടു CV എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇവിടെ സിയുടെ കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ക്യൂവിനെയും വിനെയും ഒന്നും കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം അത് സൈസിനെയും ഷേപ്പിനെയും അവർ തമ്മിലുള്ള സെപ്പറേഷനെയും ആ കാര്യങ്ങളെയൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ അവിടുത്തെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ C ഈസ് ഈക്വൽ ടു ε0 A/D ആണെന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഈ കപ്പാസിറ്റേഴ്സിനെ ഒന്ന് പാരലലായിട്ട് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് എല്ലാ കപ്പാസിറ്ററിലുമുള്ള ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പിന്നെ അവിടെ ഡിവൈഡ് ചെയ്തു പോകുന്നത് പൊട്ടൻഷ്യൽ ആയിരിക്കും. ദാറ്റ് ഈസ് ടോട്ടൽ പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത് 3 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ V ഈക്വൽ ടു V1 + V2 + V3 ആണ്. അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ആ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/C ഇക്വലൻ്റ് ഈക്വൽ ടു 1/C1 + 1/C2 + 1/C3 ആണെന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ദാറ്റ് മീൻസ് ഇക്വലൻ്റ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ C1 C2 C3 എടുത്തു നോക്കുമ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസ് ഏതാണോ അതിനേക്കാൾ ചെറിയൊരു റിസൾട്ടൻ്റ് ആയിരിക്കും ഈ സിസ്റ്റത്തിന് നമുക്ക് കിട്ടുക എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക.
അതേസമയം ഒരു പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് എങ്കിൽ എല്ലാ കപ്പാസിറ്ററിലുമുള്ള പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതേസമയം ഇവിടെ ഡിവൈഡ് ചെയ്തു പോകുന്നത് ചാർജ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. ടോട്ടൽ ചാർജ് Q എന്ന് പറയുന്നത് Q1 + Q2 + Q3 ആയിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക. സോ അത് വെച്ച് ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു കപ്പാസിറ്റർ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 + C2 + C3 ആണ്. ദാറ്റ് മീൻസ് വലിയ കപ്പാസിറ്റൻസിന് C1 C2 C3 വലുത് ആരാണോ അതിനേക്കാൾ വലിയൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ അവിടെ കൂടുകയാണ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. സോ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം. നെറ്റ് കപ്പാസിറ്റൻസ് ഓഫ് 3 ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ്, ഐഡന്റിക്കൽ ആണ് കേട്ടോ, ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ ഈസ് 12 മൈക്രോഫാരഡ്. അപ്പോൾ എന്തായാലും 4 + 4 + 4 ചെയ്യുമ്പോഴല്ലേടാ കുഞ്ഞുങ്ങളെ 12 കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഓരോ കപ്പാസിറ്ററിൻ്റെയും വാല്യൂ നമുക്ക് 4 മൈക്രോഫാരഡ് ആണെന്ന് കിട്ടി. വാട്ട് വിൽ ബി ദ നെറ്റ് കപ്പാസിറ്റൻസ് വെൻ 2 ഓഫ് ദം, 3 ഉണ്ടായിരുന്നു, അതിൽ 2 നമ്മൾ എടുത്തുള്ളൂ. 2 ഓഫ് ദം ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പം നമുക്കറിയാം 4ഉം 4ഉം പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക? നമ്മളിവിടെ പഠിച്ചു, പാരലൽ ആണെങ്കിൽ കപ്പാസിറ്റേഴ്സിനെ എന്ത് ചെയ്യുക ചെയ്യുന്നത്? ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ 4 + 4 പാരലൽ കോമ്പിനേഷൻ്റെ കേസിലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 8 മൈക്രോഫാരഡ് എന്ന് നമുക്ക് കിട്ടും. അതേസമയം സീരീസ് കോമ്പിനേഷൻ ആണിൻ്റെ കേസിൽ C1 C2ൻ്റെ കേസിൽ ഇതും 4 മൈക്രോഫാരഡ് ആണ്, ഇതും 4 മൈക്രോഫാരഡ് ആണ്. സോ 1/CS = 1/4 + 1/4, that is 2/4 ആണ്. that is 1/2. CS = 2 മൈക്രോഫാരഡ് എന്നും നമുക്ക് കിട്ടും. സോ റിസൾട്ടുകൾ ഓർത്തിരിക്കുക. കോമ്പിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വാല്യൂസ്, കാര്യങ്ങൾ, ഇക്വേഷൻസ് എന്തായിരിക്കും സീരീസിൽ സെയിം, എന്തായിരിക്കും പാരലലി സെയിം, പാരലലി പൊട്ടൻഷ്യലും സീരീസിൽ ചാർജുമാണ് കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷൻ സെയിം എന്ന് ഓർത്തിരിക്കുക. അടുത്തതും ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. 2 capacitors of capacitance C1 and C2 are connected in parallel. If Q is given to the combination, the ratio of charge on the C1 to C2 will be. Q is equal to എന്താണ്? C ആണ് അല്ലേ? Q = CB ആണ്. പാരലൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഈ 2 കപ്പാസിറ്ററിലുമുള്ള വിയുടെ വാല്യൂ എങ്ങനെയാണ്? സെയിം ആണ്. ദാറ്റ് ഈസ് Q പ്രപ്പോർഷണൽ ടു C എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് Q1/Q2 = നമുക്ക് എന്നാന്ന് എഴുതാം? C1/C2 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, പാരലൽ ആണെങ്കിൽ വിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഒരു കപ്പാസിറ്ററിൻ്റെ കേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ നമുക്ക് 3 ഫോമിൽ എഴുതാം. അതിൽ ഒരു ഫോം ½ CB² ആണ്, 2 ½ QV ആണ്, മൂന്നാമത്തെ ഫോം ½ Q² / 2C ആണ്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 2 കപ്പാസിറ്റർ ഉണ്ട്, അവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവരുടെ പോസിറ്റീവ് പ്ലേറ്റ്സ് നമ്മൾ ഒരുമിച്ച് വെച്ചു, അവരുടെ നെഗറ്റീവ് പ്ലേറ്റ്സ് ഒരുമിച്ച് വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന കോമൺ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ, ടോട്ടൽ ചാർജ് കൺസേർവ്ഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്ത് പോയി ഇവിടുത്തെ കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് C1 V1 + C2 V2 C1 + C2 ആണ്. സോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കോമ്പിനേഷനൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇനിഷ്യലി ഉണ്ടാവുന്ന ടോട്ടൽ എനർജി ആയിരിക്കത്തില്ല ഫൈനലി ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ തമ്മിലൊരു എനർജി ഡിഫറൻസ് ഉണ്ടാവും. ആ എനർജി ഡിഫറൻസ് എന്ന് പറയുന്ന ആ പൊട്ടൻഷ്യൽ എനർജി അവിടെ പോയിട്ടുണ്ടാവുക, ഒന്നുകിൽ ഹീറ്റായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഒക്കെ ആയിട്ടായിരിക്കും പോവുക. അപ്പം നമ്മൾ 2 C1 കപ്പാസിറ്റർ എടുക്കുന്നു, C2 കപ്പാസിറ്റർ എടുക്കുന്നു, ഇൻഡിവിജ്വലായിട്ട് അവരുടെ ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അവരെ ഒരുമിച്ച് വെച്ച് കഴിയുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജിയും കൂടി നമ്മൾ നോക്കിയാൽ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. അവിടെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടല്ലേ, ആ കുറവാണ് ഹീറ്റൊക്കെ ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോയത്. ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ½ C1 C2 C1 + C2 × V1 - V2 2 നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ അടുത്ത ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് പോവുകയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ആദ്യം നമ്മൾ പറയുന്ന കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെയാണ്.
ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ കൂടി ചാർജ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു സ്വാഭാവികമായിട്ട് അവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. അവിടെ നമ്മൾ എടുക്കുന്ന ആവറേജ് വെലോസിറ്റി വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആണ്. ആ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -QE/m ഇൻറ്റു ടോ എന്ന് നമുക്ക് പറയാം. ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈമാണ്, അല്ലെങ്കിൽ രണ്ടുപേരും കൊളീഷൻ ചെയ്യാനെടുക്കുന്ന രണ്ട് ഇലക്ട്രോൺസ് അടുത്തടുത്ത കൊളീഷൻസ് നടക്കാനെടുക്കുന്ന സമയമാണ് റിലാക്സേഷൻ ടൈം എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി -QE/m ഇൻറ്റു ടോയാണ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് കറണ്ട് ത്രൂ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയനെയാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ജെ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. J = I/A എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ ഡിറൈവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ J = σE എന്നും അതിനെ നമ്മളൊന്നും കൂടി ഒന്ന് ഫോമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ NE² τ/m ഇൻറ്റു E എന്നും നമുക്ക് കിട്ടും. സോ അതിൻ്റെ യൂണിറ്റ് മറക്കണ്ട. കറണ്ട് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് Ampere/m² ആണ്. ഈ ഒരു ഇക്വേഷനെ തന്നെ നമ്മളിപ്പോൾ ഈ കണ്ട ആ ഒരു ഇക്വേഷനെ തന്നെ ഓംസ് ലോയുടെ മൈക്രോസ്കോപ്പിക് ഫോം എന്ന് നമ്മൾ പറയാറുണ്ട്. J = σE. ആ ഇക്വേഷൻ ഒന്നും കൂടി ഓർത്തെ. J = σE അല്ലെങ്കിൽ NE² τ/m ഇൻറ്റു ഈ ഇലക്ട്രിക് ഫീൽഡ് E ആണ്. സോ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ മൊബിലിറ്റി ന്യൂ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതിനെയും ടോയുടെ ടേമിൽ റിലാക്സേഷൻ ടൈമിൻ്റെ കേസിൽ E/m എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണ്. സോ ആ ഒരു റിലേഷൻ റോ റെസിസ്റ്റിവിറ്റി = 1/conductivity = m/ne²/τ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. m/ne² ആണ്. സോ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഒരു മെറ്റലിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഒന്നും കൂടി ഓർക്കൂ. റോ m/ne²τ ആണ്. ഒരു മെറ്റലിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ടോയുടെ വാല്യൂ ഇവിടെ കുറയുവാണ് ചെയ്യുന്നത്. ടോയുടെ വാല്യൂ കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ അവിടെ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഒരു മെറ്റലിൻ്റെ കേസിൽ ഈ നമ്പർ ഡെൻസിറ്റിക്ക് നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ് പെർ യൂണിറ്റ് വോളിയത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതേസമയം ഒരു ഇൻസുലേറ്ററിൻ്റെ കേസിലും സെമി കണ്ടക്ടറിൻ്റെ കേസിലും നമ്മൾ ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുവാണെങ്കിൽ റെസിസ്റ്റിവിറ്റി റോ = m/ne²τ എന്നുള്ള ഇക്വേഷനിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ടോയുടെ വാല്യൂ റിലാക്സേഷൻ ടൈം കുറയും. ദാറ്റ് മീൻസ് അവർ പെട്ടെന്ന് ഇടിക്കും ആ ചാർജ് പാർട്ടിക്കിൾസ്. റിലാക്സേഷൻ ടൈം കുറയും. അതോടൊപ്പം എന്നിൻ്റെ വാല്യൂ അവിടെ കൂടും. ഒരാൾ കൂടുന്നു, ഒരു ടേം കൂടുന്നു, ഒരു ടേം കുറയുന്നു. അതിൽ കൂടുന്ന ടേം ആണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവിടെ വരിക. സോ എന്നിൻ്റെ വാല്യൂ കൂടുന്നു. സോ n കൂടുന്നതനുസരിച്ച് റോയുടെ വാല്യൂ അവിടെ കുറയുമാണ്. റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ നമ്മുടെ NCERTയിൽ ഒരു 3 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് 3ഉം നോക്കണം. ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു കോപ്പറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടുന്നു. നിക്രോമിൻ്റെ കേസിലും സെയിം തന്നെ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടുന്നു. അതേസമയം ഒരു സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ. Which of the two temperature T1 and T2 is higher? നമുക്ക് ഓംസ് ലോ നമുക്കറിയാം അല്ലേ. V = I × R ആണ്, അല്ലെങ്കിൽ V ∝ I ആണ്. നമ്മൾ ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നോക്കൂ, ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ. ആ രണ്ട് ഗ്രാഫ് കാണിച്ചിട്ടുള്ളതിൽ 1, 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കൂടുതലുള്ളത് T1 ടെമ്പറേച്ചറാണ്. ദാറ്റ് മീൻസ് സ്ലോപ്പ് കൂടുതലുള്ളത് T1-നാണ്. ദാറ്റ് ഈസ് സ്ലോപ്പ് കൂടുതലാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കിക്കേ, ഇവിടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ അവിടെ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? I ആണ്. സോ സ്ലോപ്പ് കൂടുതലുള്ളത് T1-നാണ്. സോ V/I കൂടുതലുള്ളത് അത് റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലുള്ളത് ഏതിനാണ്? T1-നാണ്. ദാറ്റ് അല്ലെങ്കിൽ ഈ ഫസ്റ്റ് കേസിനാണ്. സോ അവിടുത്തെ കേസിൽ നമുക്ക് ടെമ്പറേച്ചർ T1 ആണ് കൂടുതലെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.
കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ റെസിസ്റ്റേഴ്സ് എൻഡ് ടു എൻഡ് കണക്ഷൻ ആണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ എന്ന് നമുക്ക് പറയാം. ഈ സീരീസ് കോമ്പിനേഷൻ്റെ കേസിൽ എല്ലായിടത്തും കൂടിയുള്ള കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ആയിരിക്കും ഡിവൈഡ് ചെയ്യുക. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതേസമയം പാരലൽ കോമ്പിനേഷൻ്റെ കേസിൽ വോൾട്ടേജിൻ്റെ വാല്യൂ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആയിരിക്കും സെയിം വരിക, കറണ്ട് അവിടെ ഡിവൈഡ് ചെയ്തായിരിക്കും പോവുക. രണ്ട് റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ്റെ കേസിൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R ഇക്വലൻ്റ് എന്ന് പറയുന്നത് R1 R2 ഡിവൈഡഡ് ബൈ R1 + R2 എന്ന് നമുക്ക് കൂളായിട്ട് എഴുതാനായിട്ട് പറ്റും. അടുത്ത നമ്മൾ പറയുന്നത് നമ്മുടെ കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ്. ആ സെൽസിൻ്റെയും സീരീസ് കോമ്പിനേഷൻ നമ്മൾ എടുക്കുകയാണ് എങ്കിൽ ഇക്വലൻ്റ് EMF എന്ന് പറയുന്നത് E1, രണ്ട് സെല്ലുണ്ടെങ്കിൽ E1 + E2 ആയിരിക്കും ഇക്വലൻ്റ് EMF. അതേസമയം ഇക്വലൻ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 ആണ്. അതേസമയം പാരലൽ കോമ്പിനേഷൻ രണ്ട് സെല്ല് E1 R1 E2 R2 അതിൻ്റെ പാരലൽ കോമ്പിനേഷൻ്റെ കേസിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. R ഇക്വലൻ്റ് നമുക്ക് ഈസി ആയിട്ട് എഴുതാം, R1 R2 ബൈ R1 + R2, കുഴപ്പമില്ല. പക്ഷേ ഈ ഇക്വലൻ്റ് EMFൻ്റെ ഇക്വലൻ്റ് വാല്യൂ എന്ന് പറയുന്നത് E1 R2, അത് തെറ്റിപ്പോവരുത്, E1 R2 + E2 R1 ഡിവൈഡഡ് ബൈ R1 + R2 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. കിർച്ചോഫിൻ്റെ രണ്ട് റൂളുകളാണ് നമുക്കുള്ളത്, ഒന്ന് ജംഗ്ഷൻ റൂളും ഒന്ന് ലൂപ്പ് റൂളും. ഒരു ജംഗ്ഷനിൽ എൻ്റർ ചെയ്യുന്ന കറണ്ട് തന്നെയായിരിക്കും ലീവ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ഒരു ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രൈക് സം ഓഫ് ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ എടുത്താൽ ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സെല്ലിനും അതുപോലെ തന്നെ അവിടെയുള്ള റെസിസ്റ്ററിനും അക്രോസ് ഒക്കെയുള്ള ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി ആണെന്നും കൂടി ഓർത്തിരിക്കുക. സോ നമുക്കറിയാം വീസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതിലിപ്പോൾ R1ഉം R2ഉം നമുക്ക് നോൺ റെസിസ്റ്റൻസും R4 നമുക്ക് അറിയത്തില്ലെന്ന് വിചാരിക്കാം. R3യുടെ വാല്യൂ വേരി ചെയ്ത് കൊടുക്കാമെങ്കിൽ R3 നമ്മൾ പല വാല്യൂസ് ഇട്ടിട്ട് കൊടുത്ത് ഗാൽവനോമീറ്ററിനെ നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷനിലാക്കുന്നു. ബാലൻസ്ഡ് കണ്ടീഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണ് എങ്കിൽ IG-യുടെ വാല്യൂ അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. അതിനർത്ഥം R2 ഡിവൈഡഡ് ബൈ R1 ഇസ് ഈക്വൽ ടു R3 ബൈ R4 ആണ്. അതിൽ നിന്ന് അൺനോൺ റെസിസ്റ്റൻസ് R4 ബൈ R3 ആണ്. R4 ബൈ R3, R4 ഈക്വൽ ടു R3 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 എന്നൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ബാലൻസ്ഡ് വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ കണ്ടീഷനും അതിൻ്റെ പ്രോബ്ലങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ. ആദ്യം തന്നെ നമ്മൾ രണ്ട് ഫീൽഡും കൺസിഡർ ചെയ്യുക. ഒരു Q എന്ന് പറയുന്ന ചാർജ് ഇലക്ട്രിക് ഫീൽഡിലേക്കും മാഗ്നറ്റിക് ഫീൽഡിലേക്കും എൻ്റർ ചെയ്യുകയാണ്. സോ അവിടെ ഒരു ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഉണ്ട്, F is equal to QE. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ട്, F is equal to Q into V cross B. അപ്പോൾ ഈ രണ്ട് പേരും കൂടി ചേരുകയാണ് എങ്കിൽ അതിനെ ലോറൻസ് ഫോഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. F vector equal to Q into Q കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ Q into E vector plus V cross B എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്ന വെലോസിറ്റിയും ഇങ്ങോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q into V cross B ആണ്. വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ ഇവിടെ 0 ആണ്. സൈൻ 0 എന്താണ്, 0 ആണ്. സോ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് ഇത് പാരലൽ എന്ന് മാത്രമല്ല, ആൻറ്റി പാരലൽ ആണെങ്കിലും സൈൻ 180യുടെ വാല്യൂവും അവിടെ 0 ആണ്. സോ ആൻറ്റി പാരലൽ വന്നാലും അവിടെ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതേസമയം ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എങ്കിൽ ആ ചാർജ് പാർട്ടിക്കിൾ ഒരു സർക്കുലാർ പാത്തായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേഡിയസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. R is equal to ഡിറൈവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ R is equal to mv/qb എന്നും ആ ഒരു സൈക്കിളിന് എടുക്കുന്ന ടൈം പീരീഡ് T equal to 2πm/qb എന്നും നമുക്ക് കിട്ടും. അപ്പോൾ θ90 ഡിഗ്രിയുടെ കേസിൽ ചാർജ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്നത് ഒരു സർക്കുലാർ പാത്താണെന്നും
0യോ 180യോ ആണെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ 3 ആംഗിളിൽ അല്ലാതെ വേറെ ഏത് ആംഗിളിൽ ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്താലും ആ പാർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഹെലിക്കൽ പാത്തായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ആ ഹെലിക്കൽ പാത്തിൽ ഒരു ലീനിയർ ഡിസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് വെലോസിറ്റി ബി ആണ്, ഇത് വി കോസ് തീറ്റ എന്നും ഇതിനെ നമുക്ക് വി സൈൻ തീറ്റ എന്നും നമുക്ക് വിളിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടൊരു കമ്പോണൻറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് അത് പോകും. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വി കോസ് തീറ്റ വി സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും. സോ അത് കാരണം സർക്കിള് പ്ലസ് ലീനിയർ നെറ്റ് ഷേപ്പ് എന്ന് പറയുന്നത് ഹെലിക്കൽ ഷേപ്പ് ആയിരിക്കും എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. സോ ഇവിടെ നമ്മുടെ റേഡിയസിൻ്റെ ഇക്വേഷൻ R=mv/qb അതിൽ സർക്കുലാർ പാത്തിന് കാരണമാവുന്ന വെലോസിറ്റിയുടെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് വി സൈൻ തീറ്റ ആണെന്നും കൂടി ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ ബയോട്ട്-സാവർട്ട്സ് ലോ പറയുകയാണ്. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ I എന്ന് പറയുന്ന കറണ്ട്, കുഞ്ഞൊരു കറണ്ട് എലമെൻ്റ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഐഡിയൽ നമ്മൾ എടുക്കുന്നു. അവിടുന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്, കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി വെക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുവാണെങ്കിൽ μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r² എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ r², അതതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇനി നമ്മൾ ഒരു സർക്കുലാർ വയർ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ ഇങ്ങനെ ഒരു സർക്കുലാർ കോയിൽ, റേഡിയസ് r, അതിൽ കൂടി ഒരു കറണ്ട് I ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ട് കാരണം ഈ സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ്, ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബയോട്ട്-സാവർട്ട്സ് ലോ വെച്ച് കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കിട്ടും. സോ ആ ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് μ0I r²/2 × r² + x² ⁻³ 3/2 ആണ്. ഈ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് 0 ആയാൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടും. സർക്കിളിൻ്റെ കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് μ0I/2r ആണ്. n ടേൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനും മറക്കരുത്. ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം, the line integral of magnetic field over a closed loop is equal to μ0 times current enclosed by the loop ആണ്. അത് വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ സോളിഡ് ഒരു കണ്ടക്ടർ എടുക്കുകയാണ് എങ്കിൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, ഇച്ചിരി വലുതായിട്ട് ഞാൻ വരയ്ക്കുന്നു, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് a ആണെന്നിരിക്കട്ടെ. ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഡെറിവേഷനൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതിൽ കൂടി നമ്മളൊരു ആംപീരിയൻ ലൂപ്പ് സെലക്ട് ചെയ്യുന്നു അല്ലേ. ഇവിടെ സർക്കുലാർ ആംപീരിയൻ ലൂപ്പൊക്കെയാണ് എടുക്കുന്നത്. സോ ഈ കണ്ടക്ടറിലുള്ള കറണ്ട് I ആണെങ്കിൽ ആ ലൂപ്പിൻ്റെ അകത്ത് മൊത്തം കറണ്ടും എൻക്ലോസ് ചെയ്യുന്നുണ്ട്. ഡെറിവേഷനൊക്കെ കഴിയുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. B = μ0I/2πr. ഇവിടെ പ്രശ്നം വരുന്നത് ഇൻസൈഡിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ കൂടി ഒരു ആംപീരിയൻ ലൂപ്പ് വരയ്ക്കുമ്പോൾ ഈ മൊത്തം കറണ്ട് ഇവിടെ എൻക്ലോസ് ചെയ്യത്തില്ല, പകരം കുറച്ച് കറണ്ട് ആയിരിക്കും എൻക്ലോസ് ചെയ്യുക. സോ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്തോരം കറണ്ട് എൻക്ലോസ് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് കണ്ടുപിടിച്ച് ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ B = μ0I/2π a² ഇൻറ്റു r എന്ന് നമുക്ക് കിട്ടും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇൻസൈഡിലാണ് പോയിൻ്റെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു r-ഉം, ഔട്ട്സൈഡിലെ പോയിൻ്റ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രപ്പോർഷണൽ ടു 1/r ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു പോയിന്റും കൂടി അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ. ഇൻസൈഡിൽ B പ്രപ്പോർഷണൽ ടു r, ഔട്ട്സൈഡിൽ B പ്രപ്പോർഷണൽ ടു 1/r ആണ്. സോ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് m×b, mb സൈൻ തീറ്റ. അതിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഒക്കെ വർക്കിംഗ്. അവിടെ മാക്സിമം ടോർക്ക് NI/AB = K∅ ആണ്. Φ/I നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് NAB/K ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി. Φ/V ദാറ്റ് ഈസ് Φ/I × R, ദാറ്റ് ഈസ്
കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ ആറിനെ നമ്മൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നു. ദാറ്റ് ഈസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു NAB ബൈ K ഇൻറ്റു ആർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. സോ ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നില്ല. പകരം അതിനെ അമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുന്നു. വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ അടുത്ത ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സും ഈ മാഗ്നറ്റിസവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ആ ഒരു റിലേഷൻ, ഒരു അനലോഗി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ടോർക്ക് P ക്രോസ് C എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ടോർക്ക് M ക്രോസ് B എന്ന് പറയും. സോ അവിടുത്തെ മാഗ്നറ്റിക് ഡൈപ്പോൾ, അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻ്റ് എന്ന് പറയും. സോ ആ ഒരു റിലേഷനുകളെല്ലാം അവിടെ P ആണെങ്കിൽ ഇവിടെ M ആയിരിക്കും, സ്മോൾ M വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ബാക്കി എല്ലാം ഡൈപ്പോളിൻ്റെ ആക്സിയലിലും ഇക്വറ്റോറിയലിലും ഒക്കെയുള്ള ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡിന് നമുക്ക് കിട്ടുക. പക്ഷേ അവിടുത്തെ 1/ε0യുടെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് μ0 എന്നും അവിടുത്തെ പിയുടെ സ്ഥാനത്ത് മാഗ്നറ്റിസത്തിൽ സ്മോൾ M എന്നുമായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. സോ ഒരു ബാർ മാഗ്നറ്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ അവിടെ ഒരു നെറ്റ് ടോർക്ക് ആക്ട് ചെയ്യും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അവർ തമ്മിലൊരു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. സോ അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഡെറിവേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു SHMന് എക്സാമ്പിളാണ്. സോ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ആ ഒരു പർട്ടിക്കുലർ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M ക്രോസ് B ആണ്. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ -m.B ആണ്. അതിൽ θ0 അതായത് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഡൈപ്പോൾ അലൈൻ ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് ഈസ് ഡൈപ്പോൾ മൊമെൻ്റ് എമ്മിൻ്റെയും ബിയുടെയും ഡയറക്ഷൻ. എമ്മിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം സൗത്ത് പോൾ ടു നോർത്ത് പോൾ ആണ്. സോ ഇപ്പോൾ ഒരു ഫീൽഡ് ഉണ്ട്, ഈ ഡയറക്ഷനാണ്. ഇവിടെ നമ്മൾ സൗത്ത് പോൾ ടു നോർത്ത് പോൾ. സ്മോൾ എമ്മിൻ്റെ ഡയറക്ഷനും ഇത് തന്നെയാണ്. സോ തീറ്റയുടെ വാല്യൂ ഇവിടെ എന്ത് വരും? 0 വരും. ആ ഒരു പൊസിഷനെ, ആ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നും ആ ഒരു പൊസിഷനെ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നും, തീറ്റ 180 ആണ് എങ്കിൽ, തീറ്റയുടെ വാല്യൂ 180 ആണ് എങ്കിൽ അതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നുമായിരിക്കും നമ്മൾ വിളിക്കുക. സോ ഞാൻ പറഞ്ഞു, ഈ ഒരു ബാർ മാഗ്നറ്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അത് ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷൻ SHM ആണ്. ആ SHMൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് T = √I/MP ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു ഗോസസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫ്ലക്സ് φ = Q/ε0 എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ പറയാൻ നോക്കിയാൽ നമുക്കറിയാം, ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്താൽ ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ആയതുകൊണ്ട് എൻ്റർ ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് എല്ലാം ലീവ് ചെയ്യുന്നുണ്ട്. എൻ്റർ ചെയ്യുന്നതെല്ലാം പ്ലസ് ആയിട്ടും എൻ്റർ ചെയ്യുന്നതെല്ലാം മൈനസും ലീവ് ചെയ്യുന്നതെല്ലാം പ്ലസ്സുമായിട്ട് എടുത്താൽ നെറ്റ് വാല്യൂ അവിടെ എന്ത് കിട്ടും? 0 കിട്ടും. സോ ഇൻ്റഗ്രൽ B.dA = 0 എന്നായിരിക്കും ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വരിക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറയുന്ന ടേം മാഗ്നറ്റൈസേഷൻ എന്താണെന്നാണ്. മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയത്തിനെ നമ്മൾ മാഗ്നറ്റൈസേഷൻ എന്നാണ് വിളിക്കുക. സോ ഒരു എക്സാമ്പിളിലൂടെ നമുക്കതിനെ പറയാം. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സോളിനോയിഡ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇങ്ങനെ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സോളിനോയിഡ്. ആ കറണ്ട് കാരണം ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം B = μ0 n I ആണ്. അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് μ0 × H എന്ന് അങ്ങ് എഴുതുന്നു. അപ്പോൾ അത് എക്സ്റ്റേണലി ഉള്ളതായതുകൊണ്ട് B0 എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുക. ഇപ്പോൾ അവിടെ ഒരു ഫീൽഡിലാണ് ആ മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽ ഈ എക്സ്റ്റേണൽ ഫീൽഡ് കാരണം മാഗ്നറ്റൈസ് ചെയ്യും. ആ മാഗ്നറ്റൈസ് ചെയ്യുന്നതിനെ നമ്മൾ BM എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ μ0 × M എന്നും റെപ്രസെൻ്റ് ചെയ്യും. സോ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫീൽഡിൻ്റെ വാല്യൂ B = B0 + BM എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് B = μ0 × H + M. M മാഗ്നറ്റൈസേഷൻ ആണ് എന്ന് എഴുതാനായിട്ട് പറ്റും. M എന്ന് പറഞ്ഞാൽ ഈ Hനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ M = Chi × H ആണ്.
കൈ എന്ന് പറയുന്ന ആ മെറ്റീരിയലിൻ്റെ നേച്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേമാണ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ആണ്. എം ഈക്വൽ ടു കൈ ഇൻറ്റു എച്ച് എന്ന് നമുക്ക് പറയാം. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ μ0 ഇൻറ്റു എച്ച് പ്ലസ് കൈ ഇൻറ്റു എച്ച് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് μ0 ഇൻറ്റു 1 പ്ലസ് കൈ ഇൻറ്റു എച്ച് എന്ന് പറയാം. 1 പ്ലസ് കൈനെ നമ്മൾ μr എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് b ഈക്വൽ ടു μ0 μr എച്ചിനെ μ ഇൻറ്റു എച്ച് എന്ന് നമുക്കങ്ങ് വിളിക്കാം. അതിൽ എന്ന് പറയുന്നത് μ0 ഇൻറ്റു μr ആണ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ മെറ്റീരിയലിനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡയ, പാര, ഫെറോ. എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നതെങ്കിൽ, അത് വീക്കായിട്ടാണ് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ പാര എന്നും, സ്ട്രോങ് ആയിട്ടാണ് മാഗ്നറ്റൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നുമാണ് നമ്മൾ വിളിക്കുക. അതേസമയം എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നും വിളിക്കുന്നു. സോ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ കൈയുടെ വാല്യൂ സ്മോൾ ആൻഡ് നെഗറ്റീവും, പാരയുടെ കേസിൽ സ്മോൾ ആൻഡ് പോസിറ്റീവും, ഫെറോയുടെ കേസിൽ ലാർജ് ആൻഡ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അതോടൊപ്പം ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് എപ്പോഴും സ്ട്രോങ് ഫീൽഡിൽ നിന്ന് വീക്ക് ഫീൽഡിലേക്ക് പോകാനാണ് ടെൻഡൻസി. കാരണം ഇത് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. സോ ഫീൽഡ് ലൈൻസിനെയൊക്കെ റിപ്പല്ല് ചെയ്ത് വിടാനാണ്. ആ ഫിഗർ തന്നെ ഒന്ന് നോക്കൂ, റിപ്പല്ല് ചെയ്ത ഫീൽഡ് ലൈൻസിനെയൊക്കെ റിപ്പല്ല് ചെയ്താണ് വിടുന്നത്. സോ ഈ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് എപ്പോഴും സ്ട്രോങ് ഫീൽഡിൽ നിന്ന് വീക്ക് ഫീൽഡിലേക്ക് പോകാനാണ് ടെൻഡൻസി. അതേസമയം പാരയായിക്കോട്ടെ ഫെറോയായിക്കോട്ടെ രണ്ട് കേസിലും ഫീൽഡ് ലൈൻസിനെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പാരയിൽ ചെറുതായിട്ട് അട്രാക്റ്റ് ചെയ്യും, ഫെറോയിൽ നല്ല സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യും. ഡൊമൈൻ വൈസ് ആണ് അവിടെ വരിക. സോ ഈ 3 ക്ലാസിഫിക്കേഷനാണ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയലിൽ നമ്മൾ പറയുക. ഇതിൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അതേസമയം പാരയും ഫെറോയും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ കൈയുടെ വാല്യൂ കുറഞ്ഞ് അത് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആവുന്ന കേസുകളൊക്കെയുണ്ട്. ആ ടെമ്പറേച്ചറിനെ ക്യൂറി ടെമ്പറേച്ചർ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ.